ഹായ് ഫ്രണ്ട്സ്, അബി എഡ്യൂക്കേഷൻ ഫാക്ടറിയുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ ആൻഡ്രോയിഡ് ഫോണുകളിൽ നമുക്ക് സിമ്പിളായിട്ട് എങ്ങനെ കാർട്ടൂൺ വീഡിയോസ് ഉണ്ടാക്കാം എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഈ രീതി ഉപയോഗിച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് കാർട്ടൂൺ സ്റ്റോറീസും അതുപോലെ തന്നെ കാർട്ടൂൺ വീഡിയോസും ഒക്കെ നമുക്ക് കമ്പ്യൂട്ടറിൻ്റെ ഒന്നും സഹായം ഇല്ലാതെ തന്നെ നമുക്ക് സിമ്പിളായിട്ട് നമ്മുടെ കയ്യിലൊരു മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കാം എന്നതിനെ കുറിച്ചാണ് ഈ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തന്നെ തുടർന്ന് വരുന്ന ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഞങ്ങളുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീഡിയോകൾ ലഭിക്കുന്നതാണ്. എന്നാൽ നമുക്ക് വീഡിയോ തുടങ്ങാം. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് തന്നെ വീഡിയോ ഉണ്ടാക്കാൻ, നമ്മുടെ കാർട്ടൂൺ വീഡിയോസ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ ടീൻക്രാഫ്റ്റ് എന്നൊരു ആപ്ലിക്കേഷൻ്റെ സഹായത്തോടു കൂടിയാണ് ഇത് ചെയ്യുന്നത്. ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഞാനുണ്ടാക്കിയ കാർട്ടൂൺ സ്റ്റോറി കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ആ വീഡിയോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് കണ്ടു നോക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ, നമ്മുടെ ഈ കാർട്ടൂൺ സ്റ്റോറി മേക്ക് ചെയ്യാനുള്ള ഈ ആപ്പിൽ നമുക്ക് തന്നെ സ്വന്തമായിട്ട് വീഡിയോസിന്, നമ്മുടെ കാർട്ടൂൺ കഥാപാത്രങ്ങൾക്ക് നമുക്ക് തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സൗണ്ടുകൾ നൽകാം എന്നതാണ് ഇതിനുള്ള പ്രത്യേകത. അതുപോലെ തന്നെ വേണ്ട സിറ്റുവേഷൻസ് അനുസരിച്ചുള്ള ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കുകൾ, നമ്മളിപ്പോൾ കോമഡി ആണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള മ്യൂസിക്കുകൾ, ഇതൊക്കെ അവൈലബിൾ ആണ് ഈ ആപ്പിൽ തന്നെ. ഇപ്പോൾ നമുക്കവിടെ ന്യൂ വീഡിയോ എന്നത് ഒരു ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് നമ്മുടെ കാർട്ടൂൺ വീഡിയോ ഉണ്ടാക്കുന്ന ഘട്ടത്തിലേക്ക് കിടക്കാം. അപ്പോൾ ഇതുപോലെ ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. അതിൽ ലെഫ്റ്റ് സൈഡിലായിട്ടൊരു ആരോ കാണാം, അതിൽ സെലക്ട് ചെയ്യുക. അതിൽ ബാക്ക്ഗ്രൗണ്ട് എന്നത് സെലക്ട് ചെയ്യുക. നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. ഇതിൽ കുറച്ച് ബാക്ക്ഗ്രൗണ്ട്സ് നമ്മൾ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് ഡൗൺലോഡ് ചെയ്യേണ്ടി വരും. അത്യാവശ്യം കുറച്ച് ചെയ്യാനേ ഉണ്ടാവും. നമ്മൾ ഓൾറെഡി ഈ ആപ്പിൽ കുറച്ച് ബാക്ക്ഗ്രൗണ്ട്സ് അവൈലബിൾ ആവും. അപ്പം ഞാനിതിലെല്ലാം തന്നെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലിഷ്ടമുള്ള ഏത് ബാക്ക്ഗ്രൗണ്ട് വേണമെങ്കിലും സെലക്ട് ചെയ്യുന്നതാണ്. ഞാനിതിൽ ബീച്ച് എന്നൊരു ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ബീച്ചിലുള്ള ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇവിടെ താഴെ ഒരു ലെയർ, ഫസ്റ്റ് ആയിട്ട് ലെയർ വന്നതായിട്ട് കാണാം. അതിനുശേഷം നമ്മൾ ലെഫ്റ്റ് സൈഡിൽ നിന്ന് വീണ്ടും ക്യാരക്ടറിനെ സെലക്ട് ചെയ്യാൻ പോകുന്നു. അതിന് ക്യാരക്ടർ എന്നത് സെലക്ട് ചെയ്യുന്നു. ഇനി നമുക്കവിടെ ടോം എന്നത് കാണാം. ഞാൻ ആ ഒരു ക്യാരക്ടറിനെ സെലക്ട് ചെയ്യുന്നു. ഇനി നമുക്കവിടെ മൂവ് എന്നൊരു ഓപ്ഷൻ കാണാം. ആ മൂവ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ഈ ക്യാരക്ടറിനെ വേണ്ട പൊസിഷനിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ക്യാമറ സെറ്റിങ്സ് റെഡി ആക്കാനായിട്ട് ഇത് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് സൂം ചെയ്യാൻ പറ്റും. അതായത് നമുക്ക് മൊത്തത്തിൽ ആ ഒരു ക്യാരക്ടറിന്റെ ഹെഡിന്റെ ഭാഗം മാത്രമായിട്ടാണെങ്കിൽ നമുക്ക് ആ ഒരു സെക്ഷൻ വരെ ഉള്ളത് ഇതുപോലെ സൂം ചെയ്തിട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ, അല്ലെങ്കിൽ ഇത് ഇനിയും ചെറുതാക്കി നമുക്ക് സാധാ ഒരു അഡ്ജസ്റ്റ് ചെയ്തിട്ട് തന്നെ നമുക്ക് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഞാൻ ഈ ഒരു രീതിയാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഇനി ഞാൻ ഒരു ക്യാരക്ടറിനെയും കൂടി ആഡ് ചെയ്യുന്നു.
അതുപോലെ തന്നെ നമുക്ക് അവിടെ റെക്കോർഡ് ബട്ടന്റെ ഓപ്ഷൻ ഉണ്ട്. നമുക്ക് എന്താണോ നമ്മുടെ ക്യാരക്ടറിനെ കൊണ്ട് സംസാരിപ്പിക്കേണ്ടതെന്ന് വെച്ചാൽ അത് നമുക്ക് ആ റെക്കോർഡ് ബട്ടന്റെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് സംസാരിപ്പിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ഓരോ 2 ക്യാരക്ടേഴ്സിന്റെയും പൊസിഷൻസ് ഇതുപോലെ തന്നെ മൂവ് എന്നത് ഉപയോഗിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി ഞാൻ ഇതിന്റെ നമ്മുടെ ക്യാരക്ടറിന്റെ ഒരു കാഴ്ച, വേറെ ദൃഷ്ടി, ആ ഒരു ഇപ്പൊ നിക്കി എന്നൊരു ക്യാരക്ടറിന്റെ അടുത്തേക്ക് ഞാൻ ആക്കാൻ വേണ്ടി നമ്മൾ മുഖത്തിന്റെ അവിടെ നമ്മുടെ ആ ക്യാരക്ടറിന്റെ ഫേസിന്റെ അടുത്ത് നമ്മള് ആ ഒരു കണ്ണിന്റെ ഭാഗത്ത് നമ്മൾ ജസ്റ്റ് ഒന്നിങ്ങനെ ടച്ച് ചെയ്താൽ മതി. ടച്ച് ചെയ്തിട്ട് ഒന്ന് ഡ്രാഗ് ചെയ്താൽ മതി. അതുപോലെ തന്നെ 2 ക്യാരക്ടറിനെയും നമുക്ക് അതുപോലെ ചെയ്യാം. ഇപ്പോ പരസ്പരം അവര് നോക്കുന്ന ഒരു രംഗമാണിത്. അതുപോലെ തന്നെ നമുക്ക് ഇതിപ്പോ ഫസ്റ്റ് ലെയറിൽ ഇവര് 2 ഇവിടെ ഓൾറെഡി വന്ന് നിൽക്കുന്നതായിട്ടാണ് ഞാൻ ഫിറ്റ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഫസ്റ്റ് ലെയറിൽ വെറും ബാക്ക്ഗ്രൗണ്ട് മാത്രമായിട്ടും അതുപോലെ തന്നെ ക്യാരക്ടേഴ്സ് നടന്നു വരുന്നതായിട്ടും സെക്കൻഡ് ലെയറിലൊക്കെ ഉൾപ്പെടുത്തിയിട്ട് ചെയ്യാവുന്നതാണ്. ഞാൻ ഫസ്റ്റ് ലെയറിൽ തന്നെ ഇപ്പോൾ ഇവിടെ ബാക്ക്ഗ്രൗണ്ട് അതുപോലെ തന്നെ ക്യാരക്ടർ ഓൾറെഡി വന്ന് നിൽക്കുന്നതായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഞാൻ ഒരു ലെയറും കൂടി ഉൾപ്പെടുത്തുന്നു. അതിനായിട്ട് പ്ലസ് താഴെ നിന്ന് ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ ഒരു ലെയറും കൂടി വന്നിട്ടുണ്ട്. അപ്പൊ ഈ ലെയറിൽ വേണമെങ്കിൽ നമുക്ക് ഇതിന്റെ നമ്മുടെ കാലിനോ കൈക്കോ ഒക്കെ മാറ്റങ്ങൾ, അതായത് വേറെ രീതിയിലേക്ക് ബോഡി ലാംഗ്വേജസ് മാറ്റാവുന്നതാണ്. ഞാൻ ആ കൈയൊന്ന് ഉയർത്തിയിട്ടുണ്ട് അല്പം. അപ്പോൾ കുറച്ചും കൂടി ഉയർത്തി ഞാൻ ഒരു ലെയറും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് കാലും ഇതുപോലെ നീക്കി കൊണ്ടുവരാവുന്നതാണ്. ഇനി അതുപോലെ തന്നെ നമ്മുടെ ക്യാരക്ടറിനെ നമ്മളൊന്ന് സെലക്ട് ചെയ്യുന്ന സമയത്ത് ക്യാരക്ടറിനെ ഒന്ന് ടച്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് മേലെ കുറച്ച് ഓപ്ഷൻസ് കാണാം. എക്സ്പ്രഷൻസ് ആണ് അതൊക്കെ. ലാഫ്, ക്രൈ, ആംഗ്രി, അതുപോലെയുള്ള കുറച്ച് എക്സ്പ്രഷൻസ് ഉണ്ട്. ഞാൻ വേണമെങ്കിൽ ഒന്ന് ആംഗ്രി ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ ക്യാരക്ടർ ദേഷ്യപ്പെടുന്നതായിട്ട് കാണും. ഇപ്പോൾ നമ്മുടെ ക്യാരക്ടർ അല്പം ദേഷ്യപ്പെട്ട രീതിയിലാണ് കാണുന്നത്. ഇനി അതുപോലെ തന്നെ നമുക്ക് ക്രൈ ആണെങ്കിൽ കരയിപ്പിക്കാം. അപ്പോൾ അല്പം കരയുന്ന രീതിയിലാണ്, കണ്ണിന്നൊക്കെ വെള്ളം വരുന്നതായിട്ട് കാണാം. ഇനി ഹാപ്പി ആണെങ്കിൽ ഹാപ്പി. അതുപോലെ തന്നെ ഫോണ് വിളിക്കുന്നതാണെങ്കിൽ ഫോണ് വിളിക്കുന്നതായിട്ട് കാണിക്കാം. അതുപോലെ നമുക്ക് എന്ത് ഡിഫറെന്റ്, ഞാൻ അവിടെ ഒരു ഫോണ് വിളിക്കുന്ന ഓപ്ഷൻ അവിടെ സെലക്ട് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് വേണമെങ്കിൽ നമുക്ക് ലെയർ ആഡ് ചെയ്യാം. ഇനി നമ്മൾ ഇതുവരെ ക്രിയേറ്റ് ചെയ്ത്, ഇതിപ്പോ നമ്മൾ 5 ലെയേഴ്സ് ആണ് ഇവിടെ ഇപ്പൊ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്, 5 ലെയേഴ്സ്. അതുപോലെ നമുക്ക് ഇങ്ങനെ ലെയേഴ്സ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് അതിനനുസരിച്ച് ഓരോ ലെയറിലും നമ്മുടെ ക്യാരക്ടേഴ്സിന് മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട്സ് മാറ്റം വരുത്തിക്കൊണ്ടൊക്കെ നമുക്ക് ഒരു കാർട്ടൂൺ സ്റ്റോറി ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ഇനി ഞാനതൊന്ന് പ്ലേ ചെയ്ത് നോക്കുകയാണ് ഇതുവരെ നമ്മൾ ചെയ്തു വെച്ചത്. അവിടെ താഴെ നമുക്ക് കാണാം 5 എത്ര ലെയേഴ്സ് ആണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് നമുക്ക് താഴെ കാണാവുന്നതാണ്. ഞാൻ ഒന്നും കൂടി കാണിച്ചു തരാം. ഇവിടെ താഴെ നമുക്ക് ഇവിടെ കാണാവുന്നതാണ് 1 തൊട്ട് 5 വരെയുള്ള നമ്മൾ ഉപയോഗിച്ച ലെയേഴ്സ് അവിടെ സ്പീഡിൽ പോകുന്നത്. ഇനി നമുക്ക് അതുപോലെ തന്നെ അവിടെ ഷെയർ ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ ഷെയർ ചെയ്യുന്ന സമയത്ത് സൈൻ അപ്പ് വിത്ത് ഫേസ്ബുക്ക് എന്ന് കാണിക്കുന്നുണ്ട്. അങ്ങനെ ചെയ്താലാണ് നമുക്കിത് നമ്മുടെ ഗാലറിയിലേക്കൊക്കെ സേവ് ചെയ്യാൻ പറ്റുക. അപ്പം ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലാതെ തന്നെ ഇത് നമുക്ക് സേവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അത് ചെയ്യാനുള്ള ട്രിക്ക് അടുത്തൊരു വീഡിയോയിൽ പറയുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ ചെറിയൊരു കാർട്ടൂൺ സ്റ്റോറി എങ്ങനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം എന്നൊരു
ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പോൾ കൂടുതൽ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസുകൾക്കായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ തന്നെ തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. താങ്ക് യു.